കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 28 മാർച്ച് 1 തീയതികളിൽ അടിമാലിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ജനകീയ പങ്കാളിത്തത്തോടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശാസ്ത്രം ജനനന്മയ്ക്ക്, ശാസ്ത്രം സാമൂഹ്യ മാറ്റത്തിന് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സമ്പൂർണ്ണ സാക്ഷരത, ജനകീയാസൂത്രണം, പുത്തൻ വികസന കാഴ്ചപ്പാടുകൾ, കലാജാഥകൾ തുടങ്ങിയ വ്യത്യസ്തമായ ഇടപെടലുകൾ പരിഷത്ത് ഏറ്റെടുത്തിട്ടുമുണ്ട്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇത്തവണ അടിമാലിയിൽ നടക്കും. ഈ മാസം 28 മാർച്ച് 1 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 28 തീയതി രാവിലെ 10 മണിക്ക് സമ്മേളനത്തിൽ ഉദ്ഘാടനം നടക്കും. അനന്യ വാജ്പേയി എന്ന് പറയുന്നിട്ടുള്ള സ്റ്റഡീസിലെ ഒരു അധ്യാപികയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് പുതിയ സമ്മേളനം നടക്കും. പുതിയ സമ്മേളനത്തിന് ശേഷം പിറ്റേ ദിവസം, അടുത്ത ദിവസം 21 തീയതി രാവിലെ PT ഭാസ്കര പണിക്കർ, ഞങ്ങളുടെ സംഘടന രൂപപ്പെടുത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ച PTV അനുസ്മരണം നടക്കുന്നുണ്ട്. അതിലൊരു ക്ലാസ് മുഖ്യപ്രഭാഷണം നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. തുടർന്ന് പുതിയ സമ്മേളനം 1 തീയതി വൈകിട്ട് 4 മണിക്ക് അവസാനിക്കുന്ന 2 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പാതയോരങ്ങളിൽ ചുമരെഴുതിയും കയ്യെഴുത്ത് ബോർഡുകൾ സ്ഥാപിച്ചും വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് പരിഷത്ത് നടത്തുന്നത്. സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടികൾക്കും തുടക്കമായി. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ VV ഷാജി, ജില്ലാ സെക്രട്ടറി KN രാധാകൃഷ്ണൻ, സ്വാഗത സംഘം ഭാരവാഹികളായ TK ഷാജി, TM ഗോപാലകൃഷ്ണൻ, CD അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.